2000 വർഷം പഴക്കമുള്ള മഞ്ചേരി പട്ടർകുളത്തെ കുടക്കല്ല് ഇനി ഗവേഷകരുടെ പറുദീസയാകും. മധ്യശിലായുഗ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ശവസംസ്കാര രീതികൾ ഒന്നായിരുന്നു നന്നങ്ങാടികൾ. 60-70 ലിറ്റർ വെള്ളം കൊള്ളാവുന്ന വലിയ മൺകുടങ്ങളായിട്ടായിരുന്നു അന്നത്തെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഇഷ്ടതളികകളും ജീവിതോപാധികളായ ആയുധങ്ങളുമൊക്കെ ആ മൃതദേഹത്തിന്റെ കൂടെ നന്നങ്ങാടിയിൽ അടക്കം ചെയ്യുമായിരുന്നു. അതിനു മുകളിൽ കുട ആകൃതിയിൽ കൊത്തിയുണ്ടാക്കിയ കല്ലുകൾ അടയാളമായി സ്ഥാപിക്കും. അത്തരത്തിലുള്ള ഒരു കുടക്കല്ലാണ് പട്ടർകുളത്തെ ഈ കുടക്കല്ലിനെ കുറിച്ച് വില്യം ലോഗന്റെ മലബാർ മാനുവലിലും പ്രതിപാദിക്കുന്നുണ്ട്. മഞ്ചേരിയുടെ പൈതൃക സ്മാരകമായ കുടക്കല്ല് സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇങ്ങോട്ടുള്ള വഴി യാഥാർത്ഥ്യമാവുകയാണ്. സാമൂഹിക പ്രവർത്തകരായ മുഹമ്മദ് യാസർ, സലീം പടവണ എന്നിവർ നൽകിയ നിവേദനത്തിലാണ് നഗരസഭയുടെ നടപടി. ശിലായുഗ സ്മാരകമായ കുടക്കല്ല് പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നേരത്തെ സംരക്ഷിത സ്മാരകമാക്കിയിരുന്നു. കുടക്കലിലേക്ക് 3.5 മീറ്റർ വഴി നിർമ്മിക്കാനാവുന്ന സ്ഥലം ഒരു വ്യക്തി സൗജന്യമായി നൽകിയിരുന്നു. ഇത് ഉപയോഗിച്ചാണ് വഴിയൊരുങ്ങുന്നത്. ചരിത്രശേഷിപ്പുകൾ പൈതൃകമായി കാത്തു സൂക്ഷിക്കാൻ ഇതേപോലുള്ള സുമനസ്സുകളുടെ പ്രയത്നമാണ് നമ്മുടെ നാടിന്റെ സമ്പാദ്യം. കുടക്കല്ലിനെ കുറിച്ച് പഠിക്കാൻ ഗവേഷകരും ചരിത്ര വിദ്യാർത്ഥികളും ഇന്ന് പട്ടർകുളത്തേക്ക് എത്തുന്നുണ്ട്. വഴി യാഥാർത്ഥ്യമാകുന്നതോടെ ഇവിടം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാകും. പട്ടർകുളത്തു നിന്നും 93 കേരള.